നമസ്കാരം. കീഴ് ജീവനക്കാർ പരാതി നൽകിയതിന് മേലുദ്യോഗസ്ഥൻ നടത്തിയത് സമാനതകളില്ലാത്ത പകവീട്ടൽ, പണാപഹരണം, വ്യാജ ഉത്തരവുണ്ടാക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തി ജൂനിയർ സൂപ്രണ്ടിനെയും സീനിയർ ക്ലർക്കിനെയും സസ്പെൻഡ് ചെയ്തു. മുലയൂട്ടുന്ന അമ്മയടക്കം 6 വനിതാ ജീവനക്കാരെ വടക്കൻ ജില്ലകളിലേക്ക് സ്ഥലം മാറ്റി. സർക്കാർ നടത്തിയ തുടരന്വേഷണത്തിൽ തെളിഞ്ഞത് ഇതിനൊക്കെ കാരണക്കാരനായ മേലുദ്യോഗസ്ഥന്റെ വീഴ്ച. സസ്പെൻഡ് ചെയ്ത് ജൂനിയർ സൂപ്രണ്ട് കുറ്റക്കാരിയല്ലെന്ന് സർക്കാർ ഉത്തരവിട്ടു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം ചെങ്ങന്നൂർ RDD ഓഫീസിലാണ് സംഭവം. ജൂനിയർ സൂപ്രണ്ടായിരുന്ന MG മായ 2.5 വർഷത്തിനു ശേഷം കുറ്റം ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് മേലുദ്യോഗസ്ഥനായ അക്കൗണ്ട്സ് ഓഫീസറും സെക്രട്ടേറിയറ്റ് സെക്ഷൻ ഓഫീസറുമായ റിസ പാർവീസിനെതിരെ മാനസിക പീഡനം ആരോപിച്ച് പരാതി നൽകിയതിന്റെ പകവീട്ടിലാണ് നടന്നത്. ഒടുവിൽ മായ കുറ്റവിമുക്തിയാകുമ്പോൾ റിസ പാർവീസ് നടത്തിയ വഴിവിട്ട നീക്കങ്ങളാണ് പുറത്തുവരുന്നത്. സ്വയം കുഴിച്ച കുഴിയിൽ ഇയാൾ വീഴുകയായിരുന്നു. 2022 മേലുദ്യോഗസ്ഥനായ അക്കൗണ്ട്സ് ഓഫീസറും സെക്രട്ടേറിയറ്റ് സെക്ഷൻ ഓഫീസറുമായ റിസ പാർവീസിന്റെ മാനസിക പീഡനത്തിനും അധികാര ദുർവിനിയോഗത്തിനുമെതിരെ ചെങ്ങന്നൂർ RDDയിലെ 10 വനിതാ ഉദ്യോഗസ്ഥർ ചേർന്ന് പരാതി നൽകിയത്. ഈ വിവരം ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൽ നിന്ന് ചോർന്നു കിട്ടിയ റിസ പാർവീസ് കുറെ കാലം അടങ്ങിയിരുന്നു. ഇയാൾക്കെതിരെ ഒരു അന്വേഷണം പോലും വന്നില്ല. 1 വർഷത്തിന് ശേഷമാണ് പരാതിക്കാർക്കെതിരെ ഇയാൾ ചരട് വലിച്ചത്. ഇതേ തുടർന്ന് വ്യാജ നിയമന ഉത്തരവുണ്ടാക്കൽ, ദുരിതാശ്വാസ നിധിയിലെ പണാപഹരണം എന്നീ കുറ്റങ്ങൾ ചുമത്തി ജൂനിയർ സൂപ്രണ്ട് MG മായെയും തിരുവനന്തപുരം RDD ഓഫീസിലെ സീനിയർ ക്ലാർക്ക് സതീഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തു. ഇവർക്കെതിരെ വിവിധ മാധ്യമങ്ങളിൽ തുടർ വാർത്തകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. പരാതിക്കാരായ 6 വനിതാ ജീവനക്കാരെ ഹയർ സെക്കൻഡറി മലബാർ മേഖലയിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു. ഇതിൽ മുലയൂട്ടുന്ന അമ്മയടക്കമുണ്ടായിരുന്നു. ഇവർ ട്രിബ്യൂണലിനെ സമീപിച്ചതോടെ സ്ഥലം മാറ്റം റദ്ദാക്കി. 2023 മെയ് 20, 24, 25 തീയതികളിൽ ചെങ്ങന്നൂർ RDDയിൽ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥ സംഘം മിന്നൽ പരിശോധന നടത്തിയിരുന്നു. ചെങ്ങന്നൂർ റീജിയണൽ ഡയറക്ടർ ഓഫീസുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉയർന്നുവെന്ന പേരിലായിരുന്നു പരിശോധന. നിരവധി ക്രമക്കേടുകൾ പരിശോധനയിൽ കണ്ടെത്തിയെന്ന് ആരോപിച്ച് അക്കൗണ്ട്സ് ഓഫീസർക്കെതിരെ പരാതിപ്പെട്ട വനിതാ ഉദ്യോഗസ്ഥരെ മലബാർ മേഖലയിലേക്ക് സ്ഥലം മാറ്റി. കാവാലം NSS ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ സതീഷ് കുമാറിന്റെ സസ്പെൻഷൻ ക്രമീകരിക്കുന്നതിനുള്ള ഫയലിൽ വ്യാജ ഉത്തരവ് തയ്യാറാക്കി ഒപ്പിട്ട് നൽകിയെന്ന പേരിൽ സൂപ്രണ്ട് MG മായയെ സസ്പെൻഡ് ചെയ്തു. മേൽനോട്ട ചുമതലയിൽ വീഴ്ച വരുത്തി എന്നതായിരുന്നു കുറ്റം. ഈ കാലയളവിൽ ചെങ്ങന്നൂർ RDDയിൽ ക്ലാർക്കായിരുന്ന സതീഷ് കുമാർ അധ്യാപകന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് വ്യാജ ഉത്തരവ് തയ്യാറാക്കിയെന്നും ജൂനിയർ സൂപ്രണ്ട് മായ അതിൽ ഒപ്പുവെച്ചെന്നുമായിരുന്നു ആരോപണം. RDD ഓഫീസിലെ 7 ജീവനക്കാർ ആർജിത അവധി സറണ്ടർ ചെയ്ത് കിട്ടുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തീരുമാനിച്ചിരുന്നു. അവർ അതിനുള്ള അപേക്ഷയും നൽകി. എന്നാൽ തുക കൈമാറാതെ അപ്രകാരം ചെയ്തതായി സതീഷ് കുമാർ രേഖപ്പെടുത്തിയെന്നതായിരുന്നു രണ്ടാമത്തെ കുറ്റം. സസ്പെൻഡ് ചെയ്യപ്പെട്ട സൂപ്രണ്ടും സെക്ഷൻ ക്ലാർക്കും സർവീസിൽ തിരിച്ചെടുക്കപ്പെട്ടെങ്കിലും അച്ചടക്ക നടപടി നേരിട്ട് വരികയായിരുന്നു. അധ്യാപകന്റെ സസ്പെൻഷൻ പീരീഡ് ക്രമീകരിച്ച് നൽകുന്നതിന് അക്കൗണ്ട്സ് ഓഫീസറും RDDയും അനുമതി നൽകിയിട്ടുണ്ടെന്നും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് തയ്യാറാക്കിയതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരെ ഹിയറിംഗ് സമയത്ത് അറിയിച്ചെങ്കിലും അനുകൂല പ്രതികരണം ഉണ്ടാകാത്തതിനാൽ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥൻ പിടിച്ചെടുത്ത ഫയലിന്റെ പകർപ്പ് വിവരാവകാശ നിയമപ്രകാരം ശേഖരിച്ച് പരിശോധിച്ചപ്പോഴാണ് ആദ്യം ഇട്ട ഒപ്പ് വെട്ടിക്കളഞ്ഞുകൊണ്ട് ഡയറക്ടറിൽ നിന്ന് സ്പഷ്ടീകരണം ആവശ്യപ്പെടണമെന്ന് അക്കൗണ്ട്സ് ഓഫീസർ പിന്നീട് ഫയലിൽ കുറിപ്പ് എഴുതി ചേർത്തതായി കാണുന്നത്. കൂടാതെ ഫയലിൽ നിന്ന് കാണാതായ അക്കൗണ്ട്സ് ഓഫീസർ ഒപ്പുവെച്ച കരടുത്തരവ് അധ്യാപകന്റെ സ്കൂളിലുണ്ടെന്ന വിവരം ലഭിച്ചതോടെ വിവരാവകാശ നിയമപ്രകാരം അതിന്റെ പകർപ്പും ശേഖരിച്ചു. വിവാദരേഖയായ കരടുത്തരവ് സർവീസ് വെരിഫിക്കേഷൻ നടത്തി അയച്ചു നൽകിയ സർവീസ് ബുക്കിൽ നിന്ന് ലഭിച്ചത് സ്കൂളിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പ്രിൻസിപ്പൽ RDDയെയും AEയെയും അന്വേഷണ ഘട്ടത്തിൽ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ ഇരുവരും ആ വിവരം രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു. ഫയൽ രേഖ സ്കൂളിൽ നിന്ന് വീണ്ടെടുക്കുകയോ അന്വേഷണ ഉദ്യോഗസ്ഥരെയോ മേലുദ്യോഗസ്ഥരെയോ അറിയിക്കുകയോ ചെയ്യാതെ വിവരം മറച്ചുവെച്ചുകൊണ്ട് ഡയറക്ടർക്കും സർക്കാരിലേക്കും റിപ്പോർട്ടുകൾ നൽകുകയും ചെയ്തു. സ്കൂളിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച ഈ വിവരങ്ങൾ ചേർത്ത് വിദ്യാഭ്യാസ മന്ത്രിക്ക് സൂപ്രണ്ട് പരാതി നൽകിയത് അറിഞ്ഞതോടെ 1.5 വർഷങ്ങൾക്ക് ശേഷം RDDയായ VK അശോക് കുമാർ അതീവ രഹസ്യമായി സ്കൂളിൽ നിന്നും സ്വന്തം മകളെ അയച്ച് ഉത്തരവിന്റെ കരടിപ്പിക്കാനുണ്ടായതെന്നും ബോധ്യപ്പെട്ടു. സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥൻ കൂടിയായ അക്കൗണ്ട്സ് ഓഫീസർക്കെതിരെ 2022 വനിതാ ജീവനക്കാർ നൽകിയ പരാതിയിലുള്ള വൈരാഗ്യ നിമിത്തം മനഃപൂർവ്വം നടത്തിയ ഗൂഢാലോചനയാണെന്നും വ്യക്തമായി. വിശദ പരിശോധനയിൽ ഫയലിൽ സൂപ്രണ്ട് MG മായക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ലെന്നും വീഴ്ചകൾ ഉണ്ടായിട്ടില്ലെന്നും ബോധ്യമായതോടെ അച്ചടക്ക നടപടികൾ ഒഴിവാക്കി തീർപ്പാക്കി സർക്കാർ ഉത്തരവായിട്ടുണ്ട്. അക്കൗണ്ട്സ് ഓഫീസർക്കെതിരെ അന്വേഷണം നടത്താനും അച്ചടക്ക നടപടികൾ സ്വീകരിക്കാനുമുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. 2022 ഇയാൾക്കെതിരെ വനിതാ ഉദ്യോഗസ്ഥർ നൽകിയ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായില്ല. ഇയാൾക്കെതിരായ പരാതി പൂഴ്ത്തിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സർക്കാർ തലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ഇയാൾക്ക് പിടിപാടുണ്ട്. രാഷ്ട്രീയ സംരക്ഷണം കൂടി ആയതോടെ വനിതാ ജീവനക്കാരെ ബലിയാടാക്കുകയാണ് ചെയ്തത്.